യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 11-ാം തിരുവചനം. അധാർമിക സമ്പത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തന ആയിരിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥ ധനം ആര് നിങ്ങളെ ഏൽപ്പിക്കും? പിതാവായ ദൈവം തൻ്റെ പുത്രനായ ഈശോ മിശിഹ വഴി നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ദൈവമക്കളായ നമ്മളെല്ലാവരും സമ്പത്തിൻ്റെ കാര്യത്തിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ കാര്യത്തിൽ വിഷമിക്കുമ്പോൾ ഈ ചോദ്യത്തിന് വലിയൊരു പ്രസക്തിയുണ്ട്. നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഈ ലോകത്തിൻ്റേതായിട്ടുള്ള സമ്പത്ത് അത് പല രീതിയിൽ വരുന്നതാണ്. അധാർമിക സമ്പത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും നമുക്ക് പറയുവാൻ പറ്റില്ല എൻ്റെ കയ്യിലേക്ക് വരുന്ന സമ്പത്ത് അത് നല്ലതാണെന്ന്. അത് പല കൈകളിലൂടെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുകയാണ്. ആ സമ്പത്ത് ആരെല്ലാം ഏതെല്ലാം രീതിയിലാണ് വിനിയോഗിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് പോലും അറിയില്ലാത്ത കാര്യത്തിൽ ആ സമ്പത്തിനെക്കുറിച്ചാണ്, ഭൂമിയിലെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമ്പത്തിനെക്കുറിച്ചാണ് ഈശോ വളരെ വ്യക്തമായിട്ട് ചോദിക്കുന്നത്. അധാർമിക സമ്പത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഭൂമിയിൽ നിൻ്റെ കയ്യിലേക്ക് ലഭിക്കുന്ന സമ്പത്തിൽ അതിൻ്റെ കാര്യത്തിൽ നീ വിശ്വസ്തനായിരിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സ്വർഗത്തിൻ്റെ സമ്പത്ത്, യഥാർത്ഥ ധനം നിങ്ങളെ ആര് ഏൽപ്പിക്കും എന്നൊരു ചോദ്യം ചോദിക്കുന്നത്? ആയതിനാൽ സഹോദരി സഹോദരങ്ങളെ, എനിക്ക് സമ്പത്തില്ല, ഞാൻ ദരിദ്രനാണ് എന്ന് പറഞ്ഞിരിക്കുന്നതിന് പകരം ദൈവമായ കർത്താവ് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്ന ഈ ഭൂമിയിലെ സമ്പത്തിൻ്റെ കാര്യത്തിൽ അത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുവാൻ ഇന്നു മുതൽ നിങ്ങൾ തുടങ്ങിയാൽ സ്വർഗത്തിൻ്റെ സമ്പത്ത് കർത്താവ് നിങ്ങളെ ഏൽപ്പിക്കും. ഈ 11-ാമത്തെ ദൈവവചനത്തിന് മുകളിൽ 10-ാമത്തെ ദൈവവചനത്തിൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും. ഇത് നിങ്ങളെ സംബന്ധിച്ച് ചെറിയ കാര്യമാണ്. നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന സമ്പത്ത് അത് ദൈവത്തിനു വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും നിങ്ങളുടെ കാര്യത്തിനും തരംതിരിച്ച് മാറ്റിവെക്കുമ്പോൾ അത് എത്തേണ്ട കരങ്ങളിലേക്ക് എത്തുവാൻ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ, അതിൽ വിശ്വസ്തനായി നിൽക്കുമ്പോൾ സ്വർഗത്തിൻ്റെ സമ്പത്ത് നിങ്ങളുടെ കയ്യിലേക്കെത്തും. അങ്ങനെ നിങ്ങളൊരു ധനികനായി മാറും. എൻ്റെ കയ്യിൽ സമ്പത്തില്ല എന്ന് പറയുന്ന ഓരോരുത്തരും, ഞാൻ ദരിദ്രനാണെന്ന് പറയുന്ന ഓരോരുത്തരും, എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന ഓരോരുത്തരും ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ദൈവവചനത്തിൽ പറയുന്നത്. ഭൂമിയിൽ നിങ്ങളുടെ കയ്യിൽ ദിനം തോറും ലഭിക്കുന്ന സമ്പത്ത്, ധനം, അത് ദൈവത്തിനു വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും ഭാഗം ചെയ്ത് മാറ്റിവെക്കുമ്പോൾ സ്വർഗീയ സമ്പത്ത് നിങ്ങളുടെ കയ്യിൽ വരുവാൻ ദൈവം ഇടവരുത്തും. ഭൂമിയിലെ സമ്പത്ത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുവാൻ തുടങ്ങുക. അതിന് ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ നിമിഷം മുതൽ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന
ഓരോ ചില്ലിക്കാശിനും അത് കണക്കുള്ളതാണ്. അത് കൈകാര്യം ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധ പാലിക്കുക. ദൈവത്തിൻ്റെ യഥാർത്ഥ ധനം നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതിന് അത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുവാൻ പഠിക്കുക. പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവ് ഈ ഒരു കാര്യം ചെയ്യുവാൻ നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.